ലോകം മുഴുവൻ ഒരു രാജ്യത്തേക്ക് മാത്രമാണ് ഉറ്റുനോക്കുന്നത്, ഇറാൻ. ഒരു സംശയം വേണ്ട. കാരണം എന്താ പറയുക, ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവം, ഇന്നലെ രാത്രി ഇസ്രായേലിൽ ഒരാൾ പോലും കടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. അത്രക്കും ഭയാനകമായിട്ടുള്ള അക്രമങ്ങളാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം മനസ്സിലായി, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കാരണം അറിയോ, ഇറാനെ സംബന്ധിച്ചുള്ള ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും എന്താ ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കന്റെയും മിസൈലുകൾ വരുന്നുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഡബിൾ മടങ്ങായിട്ട് ഇസ്രായേൽ കത്തി നഷ്ടം എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, ട്രംപിനെ സംബന്ധിച്ചോളം ഒരു 2-3 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ഭരണങ്ങളൊക്കെ മാറ്റി ഓരോ കയ്യിലെ ചോട്ടിലേക്ക് ആക്കാമെന്ന വിചാരം ശരിക്കും പറഞ്ഞാൽ ലോകം ഞെട്ടിപ്പോയി എന്നുള്ള. ഈ ലോകത്ത് ഇപ്പോൾ ഓരോ ഇറാനിൽ അക്രമങ്ങളും ഇറാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇറാൻ പല രാജ്യത്തേക്ക് ആക്രമിക്കുന്നുണ്ട്, പല രൂപത്തും ചെയ്തുകൊണ്ട് ഇറാന്റെ തന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇറാൻ എപ്പോഴും മനസ്സിലാക്കാൻ എന്താ പറയുക, റഷ്യയും ചൈനയും അതുപോലെ തന്നെ ഒരുപാട് കിങ്ങും എല്ലാ ആൾക്കാർ കിം ജോങ് എന്നാലും ഓരൊക്കെ ഈ ഇറാനൊപ്പം നിൽക്കാൻ വേണ്ടി ഇറാൻ ഒരു വാക്ക് കൊടുത്താൽ നിങ്ങൾ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കാൻ റെഡിയാണ്. ഈ 3 രാജ്യങ്ങളും റെഡിയാണ്. പക്ഷെ ഇറാൻ എന്താ അറിയോ, ഒരു സമ്മതം മൂടിയിട്ടില്ലാണ് സത്യം. കാരണം അറിയോ, ഒരു സുമന്ത വരികയല്ലാതെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരെ ക്ഷണിച്ചു വരുന്നില്ല. കാരണം മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ വരും മണിക്കൂർ, അന്ന് രാത്രി എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയും. നിങ്ങൾ കൺട്രോൾ എന്നാ പറഞ്ഞത്. ഇപ്പോൾ ഓർക്ക് കൊടുത്ത കാര്യം എന്താ അറിയോ, പിഞ്ചു മക്കളെ 140ഓളം പിഞ്ചു മക്കളെ കൊന്നു തള്ളിയതിലുള്ള ഒരു ചെറിയൊരു മരുന്ന് മാത്രമേ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കടക്കാൻ പോകുന്നത് എന്താ അറിയോ, യുദ്ധക്കപ്പൽ നശിപ്പിച്ചതും അതുപോലെ തന്നെ യമേനിയെ കൊന്നതിനും ശക്തമായിട്ടുള്ള തിരിച്ചടി ഏത് രൂപത്തിലാണ് നിങ്ങൾ കണ്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾക്ക് കാത്തിരുന്നോളൂ. എന്താ സംഭവിക്കുക, ഇസ്രായേൽ എന്ത് സംഭവിക്കും, അമേരിക്കക്ക് എന്ത് സംഭവിക്കുമെങ്കിൽ കാത്തിരുന്ന് കണ്ടു എന്നാ പറഞ്ഞത്. ഇറാന്റെ ഭാഗത്തുള്ള പുതിയ പ്രതികരണം ഫേക്ക് ന്യൂസ് വന്നതാ. എബ്രഹാം ലിങ്കനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 1000 കിലോമീറ്റർ പിന്നോട്ട് പോയി എന്നുള്ളതാ. മുമ്പോട്ടല്ല പിന്നോട്ടാ പോകുന്ന അമേരിക്ക സംബന്ധിച്ചോ 2-3 ദിവസം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഓര് കഴിച്ചില്ല, ഓരങ്ങ് പോകും. ആ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ, ഇസ്രായേൽ രാജ്യം ഉണ്ടല്ലോ എന്താ അറിയോ, ഏകദേശം പകുതി 1/4 ഭാഗം തീർന്നിട്ടുണ്ടാവും. ഒരു ഗസ എങ്ങനെയാണോ പലസ്തീൻ എങ്ങനെയാണോ അതേ രൂപത്തിലായിട്ടുണ്ടാവും. ഒരു സംശയം വിചാരിക്കണ്ട. അമ്മായി തകർക്കലാണ് ഇറാന്റെ ഭാഗത്ത് ഇപ്പം നടക്കുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. കാരണം യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ആൾക്കാർ, ട്രംപിനെ പോലത്തെ നെഹന്യാവിനെ പോലത്തെ നീച്ച ലോകത്തിലെ ഏറ്റവും വലിയ നിരപ്പോച്ചികൾ പറഞ്ഞ് അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇതുപോലൊരു അനുഭവം, ഇതുപോലെ ഇസ്രായേലിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇന്ന് രാത്രി നടന്ന പോലത്തെ ഒരു അനുഭവം ഇസ്രായേലിൽ ഇത്രയും കാലമായി ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനെക്കാളും 10 ഇരട്ടിയിലാണ് ഇന്ന് കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല. കാരണം എല്ലാ വിധത്തിലും എല്ലാ ലഡാറുകളും അയൺ ഡോമുകളും പട്ടാള ക്യാമ്പുകളും എല്ലാ സ്ഥലത്തേക്കും ചെറപ്പറേന്നടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടി. ആ രൂപത്തിലേക്ക് ഇന്ന് പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇതാണ് പറഞ്ഞതറിയോ, ഇസ്രായേൽ നഗരം ഇന്നും കിടന്നുറങ്ങില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ കാണിച്ചു തരാനാ പറഞ്ഞത്. എന്ത് സംഭവിക്കുന്ന യുദ്ധം ഒന്നിനും പരിഹാരമല്ല. കാരണം അറിയോ, നമ്മൾ കുറേ എന്താ പറയുക മലയാളികളായിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ അവിടെ ഉണ്ട്. അവർക്കൊന്നും പറ്റാതിരിക്കട്ടെ. കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നിനും പരിഹാരമല്ല. യുദ്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ അറിയോ, ഇപ്പം നമ്മളെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു ആവശ്യമില്ലാത്തൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് എന്താ പറയുക ലാഭം കിട്ടാൻ വേണ്ടി, ചില സാമ്പത്തികമായ ലാഭം കിട്ടാൻ വേണ്ടി, ചില ആൾക്കാർ അധികാരത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കി അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് ഇറാഖിൽ നടന്ന സംഭവം എന്തായും, അവിടെ ഇറാഖിൽ സംഭവിച്ചെന്തായും, അവിടെ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനായി കൊന്നു കളത്തി. എന്നില്ല ആ സംഭവിച്ചത് അവിടെ ആണവായുധം ഇല്ലായിരുന്നു. അതേപോലെ ഒരു കാരണം കണ്ടെത്തി ഈ അമേരിക്കക്ക് നെങ്ങിയ പീഞ്ഞെടുക്കണം, എല്ലാ സാമ്പത്തികമായി പീഞ്ഞെടുക്കണം. അതിന് പറ്റാത്തതും കൊണ്ട് അത് പറ്റാത്ത രൂപത്തിൽ ഇപ്പം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ശക്തമായി തിരിച്ചടിക്കും. ഞങ്ങൾ ഒരു നിലക്ക് പോലും ഇറാന്റെ മക്കളും ഇറാന്റെ ഭരണാധികാരികളും ഒരു നിലക്ക് പോലും താഴോട്ടില്ല, നിങ്ങൾ മേലോട്ട് കയറി പോവുകയുള്ളൂ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരാളാ ജീവിച്ചിരിപ്പില്ല, ഒരാൾ തിരിച്ചടിക്കുന്ന രൂപത്തിലാണ് ഇറാന്റെ ഭാഗത്തുള്ളത്. എന്നാൽ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു വെരി മച്ച്.